Dear students, നമ്മൾ ഇന്ന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനുള്ള അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡും കൂടിയാണ് പറഞ്ഞു തരുന്നത്. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഓർഡിനറി ഡിഫറൻഷിയേഷൻ ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് ഒരു സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ y is a function of x. So here x is the independent variable and y is dependent on x, so that as x varies, y also varies. So the rate of change of y with respect to x is measured and that measurement is known as the derivative of y with respect to x. So derivative of y with respect to x is actually the rate of change of y with respect to x when the change in x is very small, or you can define it as the instantaneous rate of change of y with respect to x. Suppose the function y is not explicitly expressed as a function of x. Explicitly express ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ y is equal to x square അല്ലെങ്കിൽ x square plus 2x plus 3 എന്ന് പറഞ്ഞാൽ ഇവിടെ definition of y is explicit. Explicit ആയിട്ട് in terms of x ആണ് yയുടെ definition. അപ്പോൾ ഈ ഇങ്ങനെ ഡിഫൈൻ ചെയ്യണതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ഡെഫിനിഷൻ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ഫോം എന്ന് പറയും. ചിലപ്പോ ഇതിങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ പറയാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ഫൈൻഡ് dy by dx. ഇങ്ങനെ പറഞ്ഞാൽ ഇവിടെ y എന്താണെന്ന് എഴുതിയിട്ടില്ല. y is equal to എന്ന് പറഞ്ഞിട്ടല്ല എഴുതിയിട്ടുള്ളത്. പിന്നെയോ എക്സും y തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അവർ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. എന്നിട്ട് ഫൈൻഡ് dy by dx എന്ന് പറയുമ്പോൾ dy by dx എന്ന് കാണുമ്പോൾ നമുക്കറിയാം, അപ്പോൾ y എന്ന് പറയുന്നത് ആക്ച്വലി എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണല്ലേ എന്ന് മനസ്സിലാവും. കാരണം അതുകൊണ്ടാണ് we are talking about derivative of y with respect to x, since y is dependent on x, or only if y is a function of x we can talk about the derivative of y with respect to x. അപ്പോൾ dy by dx കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമുക്കറിയാം y എന്ന് പറയുന്നത് ഒരു വേരിയബിൾ അല്ല, അല്ലെങ്കിൽ വേരിയബിൾ അല്ല എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അല്ല, ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്ന് മനസ്സിലാവും. പക്ഷേ ക്വസ്റ്റനിൽ അല്ലെങ്കിൽ വൈയുടെ ഡെഫിനേഷൻ കറക്റ്റായിട്ട് y is equal to എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണതിനെയാണ് എക്സ്പ്ലിസിറ്റ് അല്ലാണ്ട് ഇൻഡയറക്ട്ലി, അതായത് ഇംപ്ലിസിറ്റ് ഡെഫിനേഷൻ എന്ന് പറയാം. ഇംപ്ലിസിറ്റ് ഫോം y ഇംപ്ലിസിറ്റ് ആയിട്ട് എക്സിന്റെ ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞേക്കുക. കാരണം എക്സും y തമ്മിൽ റിലേറ്റഡ് ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് y എന്ന് പറയുന്ന എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. കാരണം ഇപ്പോൾ എക്സിന് 1 എന്നാണ് വാല്യൂ എങ്കിൽ ഫ്രം ദിസ് ഇക്വേഷൻ യു ക്യാൻ സേ ദാറ്റ് y ഇസ് 0. കാരണം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 1 ആവണം. എക്സ് 1 ആണെന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ 1 ആണ്. സോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 0. സോ y is 0. Or if you give any particular value for x, then you can find out the value of y. So y's value depends on the value of x, but y is not expressed explicitly as a function of x. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നുകിൽ തന്നിട്ടുള്ള ഇംപ്ലിസിറ്റ് ഡെഫിനേഷൻ ഓഫ് വൈയിൽ നിന്ന് we can rewrite this expression as a explicitly as a function of x. You can വേണമെങ്കിൽ ട്രൈ ചെയ്യാം വൈനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ നോക്കാം. എന്നിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഒരു വഴി അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 ആയതുകൊണ്ട്
you can write y square is equal to 1 minus x square. Y is equal to root of 1 minus x square. Or I can write as a generalized power function 1 minus x square the whole raised to 1 by 2. Then to find dy by dx by generalized power function rule, this is equal to, so this is of the form f of x raised to 1 by 2. Then by generalized power function rule, its derivative is 1 by 2 into n into f of x raised to n minus 1 into derivative of f of x. Here f of x is 1 minus x square. So that this is equal to 1 by 2 into 1 minus x square raised to 1 by 2 minus 1, which is minus 1 by 2 into derivative of 1 by 2 minus 1 into derivative of 1 minus x square. So this is 1 by 2 into 1 minus x square the whole raised to minus 1 by 2 into derivative of 1 minus x square is 0 minus 2x. So we get the answer as 1 by 2 into, this is 1 by 1 minus x square raised to 1 by 2. This is minus 2x into minus 2x. So 2 gets cancelled. You will get the answer x divided by 1 minus x square the whole raised to 1 by 2. The whole raised to 1 by 2 I can write square root. Raised to 1 by 2 means square root. So this is equal to square root of 1 minus x square. So this is the derivative or answer dy by dx എന്നുള്ളത് നമുക്ക് കിട്ടി. ഇതാണ് ഒരു വഴി. തന്നിരിക്കുന്ന ഇംപ്ലിസിറ്റ് എക്സ്പ്രഷനിൽ നിന്ന് എക്സ്പ്ലിസിറ്റ് ഫോമിൽ എഴുതുന്നു വൈനെ, എന്നിട്ട് dy by dx കണ്ടുപിടിക്കുന്നു. വേറൊരു വഴിയാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ. അത് ഇതിനേക്കാളും എളുപ്പമാണ്. നിങ്ങൾ നോക്കൂ, എളുപ്പമാണെന്ന് മനസ്സിലാവുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു മെത്തേഡിന് പകരമായിട്ട് ഇങ്ങനെ ഇംപ്ലിസിറ്റ് ഡെഫിനേഷൻ ഓഫ് വൈ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷൻ എടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോണത് ദിസ് ഇസ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ. മറ്റേത് നമുക്ക് അറിയാവുന്ന ഡിഫറൻഷിയേഷൻ്റെ മെത്തേഡ് തന്നെയായിരുന്നു. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷനിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഗിവൻ ഇക്വേഷൻ എന്താണ്? x square plus y square is equal to 1. ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്, കാരണം ചോദ്യം എങ്ങനെയാണ്, ഫൈൻഡ് dy by dx. So differentiating this equation throughout with respect to x, we will get എന്ത് കിട്ടും നോക്കാം. എക്സ് സ്ക്വയർ ആണ് ആദ്യത്തെ ടേം. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 2x. ഓക്കെ, പ്ലസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. വൈ എന്താണ്? വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്, ഒരു ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അതെന്താണെന്ന് നമ്മളിപ്പോൾ എഴുതിയിട്ടില്ല, പക്ഷേ വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നറിയാം, നമുക്ക് മനസ്സിലുണ്ടാവണം. വൈയുടെ ഡെറിവേറ്റീവ് ആണ്, dy by dx ആണ് കണ്ടുപിടിക്കാനുള്ളത്. വൈ എന്നുള്ളത് എക്സിൻ്റെ ഒരു ഫംഗ്ഷനാണ്. അത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് എന്താണെന്ന് എഴുതിയിട്ടില്ല. സോ അത് എഫ് ഓഫ് എക്സ് നമ്മൾ വിചാരിക്കാം മനസ്സിൽ. അപ്പോൾ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എഫ് ഓഫ് എക്സ് സ്ക്വയർ ആണ്. സം 1 മൈനസ് എക്സ് സ്ക്വയർ എന്നൊക്കെ പറയണ പോലെ എഫ് ഓഫ് എക്സിൻ്റെ സ്ക്വയർ ആണ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ അല്ലേ, എന്താണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്? എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ എഫ് ഓഫ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് തന്നെ എഴുതണം. 2xന് പകരം 2
എഫ് ഓഫ് എക്സ് എഴുതണം, എന്നിട്ട് എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതാണ് ജനറലൈസ്ഡ് പെർ ഫംഗ്ഷൻ റൂൾ. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിന് പകരം എന്താണുള്ളത്, വൈ ആണുള്ളത്. ഓക്കെ, അത് നിങ്ങളോട് ശ്രദ്ധിക്കുക. എക്സ് ചെയിൻ റൂൾ തന്നെയാണ്, അതിൻ്റെ സ്പെഷ്യൽ കേസാണ് ജനറലൈസ്ഡ് പവർ ഫംഗ്ഷൻ റൂൾ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ആലോചിക്കുക, 2x ആണ്. അപ്പോൾ വൈ സ്ക്വയർ അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു ഇവിടെ എക്സിന് പകരം ഇവിടെ വൈ ആണ്. അപ്പോൾ ആൻസറിലും എക്സിന് പകരം എന്തെന്ന് എഴുതണം, വൈ എന്ന് എഴുതണം. എന്നിട്ട് വൈൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ യു ക്യാൻ റൈറ്റ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2 ഇൻറ്റു വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ. ഡെറിവേറ്റീവ് ഓഫ് വൈ എന്താണ്, dy ബൈ dx. ഓക്കെ, 2 ഇൻറ്റു വൈ ഇൻറ്റു dy ബൈ dx. ബ്ലാക്ക് ഇങ്കിൽ എഴുതിയേക്കാം. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ 1 ആണുള്ളത്. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0. അപ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതിൻ്റെ അകത്തുനിന്ന് dy ബൈ dx എന്താണെന്ന് എഴുതാം. എങ്ങനെ എഴുതാം, 2y dy ബൈ dx is equal to 2xനെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി, then dy by dx is equal to, അതാണ് നമുക്ക് വേണ്ടതല്ലോ, അപ്പോൾ dy by dx മാത്രം ലെഫ്റ്റ് സൈഡിൽ നിർത്തുന്നു, മൈനസ് 2x ഡിവൈഡഡ് ബൈ 2y. 2 വേണമെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കാം. സോ ദ ആൻസർ ഇസ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ. ഇതും നേരത്തെ കിട്ടിയ ആൻസറും ഒന്ന് തന്നെയാണ് ശരിക്കും. കാരണം ഇവിടെ ഒരു മൈനസ് എഴുതാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്, സോറി. ഇവിടെ ഒരു മൈനസ് ഉണ്ടായിരുന്നു, അത് ഞാൻ ആൻസറിൽ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. താഴെ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ വൈ തന്നെയാണ്, കണ്ടോ. സോ ദിസ് ഇസ് മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ആക്ച്വലി മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ. അത് തന്നെയാണ് നമുക്കിവിടെയും ആൻസർ കിട്ടിയത്, മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ വൈ. അപ്പോൾ ഇതാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ. ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറഞ്ഞാൽ ആ ഇംപ്ലിസിറ്റ് എക്സ്പ്രഷൻ, ആ തന്നിരിക്കുന്ന ഇക്വേഷനെ അങ്ങനെ തന്നെ ത്രൂ ഔട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട എന്താണോ, dy ബൈ ഡി എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ dy ബൈ ഡി എക്സിനെ മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെയൊക്കെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് എടുത്ത് dy ബൈ ഡി എക്സിനെ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ എഴുതുന്നു. ഓക്കെ, മനസ്സിലായോ?